ഇതിൻ്റെ മുമ്പ് വന്ന വേർഷൻസും ലൈക്ക് ഓൾമോസ്റ്റ് നിയർലി 10 years ആയിട്ട് ഈ വണ്ടി മാർക്കറ്റിലുണ്ട്. വെൽക്കം ബാക്ക് ടു നിതീസ് യൂട്യൂബ് ചാനൽ, നിതീസ് ഗാരേജ് ഹിയർ. സോ ഇന്ന് നമ്മൾ ഓടിക്കാൻ പോകുന്ന വണ്ടി ഫോർഡ് ഇക്കോസ്പോർട്ട് 2021. ദർ ഗോസ് ദി ഫോർഡ് കോമ്പാക്ട് SUV ഹിയർ. സോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറേ വണ്ടികൾ വന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ജസ്റ്റ് അവോയ്ഡ് ഇറ്റ്. സോ വണ്ടിയുടെ കുറച്ച് ഔട്ട്ഡോർ ആയതുകൊണ്ട് ഇനിയും കുറച്ച് കൂടുതൽ നോയ്സ് ഉണ്ടാവും. സോ അതൊന്ന് ക്ഷമിക്കുക. So let's look on this. So Ford EcoSport 2021. So there goes the front view of this car. So see how massive the front look. So അങ്ങനെയാണ് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എൻജിൻ നോക്കാം. സോ എൻജിനിലേക്ക് വരുന്നു. സോ there goes the engine bay here. 1.4 ലിറ്റർ എൻജിനാണ്. 1498cc ഡീസൽ എൻജിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. there goes the insulation part. അത്യാവശ്യം വലിയ പവറൊന്നും ഇല്ലാത്ത, അത്യാവശ്യത്തിന് ഫാമിലി കമ്മ്യൂട്ടർ വെഹിക്കിളായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു എൻജിനാണ് ഇത്. വലിയ ചിലവുമില്ല, വലിയ കാര്യങ്ങളൊന്നുമില്ല. സോ ദർ ഗോസ് ദി ഫോർഡ്. സോ അങ്ങനെയാണ് ഈ ഫോർഡ് ഇവർ കൊടുത്തിട്ടുള്ളത്. സോ ഫോർഡ് നമ്മൾ കാണാം. സോ എൻജിൻ ബേ അടയ്ക്കാം ഗൈസ്. നല്ല വെയിറ്റ് ഉണ്ട് സാധനം. എൻജിൻ ബേ അടയ്ക്കാം. സോ ഫ്രണ്ട് പാർട്ട് നമുക്ക് നോക്കി വരുമ്പോഴാണെങ്കിൽ ഫ്രണ്ട് വ്യൂ. സോ ഫ്രണ്ട് വ്യൂയുടെ ഇവിടെ ഒരു ഫുൾ ഗ്രിൽ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രിൽ വന്നിട്ടുണ്ട്, നല്ലൊരു ഗ്രിൽ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ഒരു ഓപ്പൺ സ്പേസ് ഗ്രിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് 2021 ഒരു പുതിയ അപ്ഗ്രേഡ് ഡിസൈൻ ഫോർഡ് ഇവിടെ വരുന്നുണ്ട്. എർലിയർ ഫോർഡ് ഇവിടെ ഉണ്ടായിരുന്നു. ഫോർഡിൻ്റെ സിമ്പിൾ ഇവിടെ ആയിരുന്നു, ഫോർഡ് ഇവിടെ ആയിരുന്നു. സോ അങ്ങനെ അവിടെയാണ് ഇൻഡിക്കേറ്റർ സെറ്റപ്പ്സ് ഇവിടെയാണ് വരുന്നത്. സോ ഇതാണ് DRL സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്, പ്രൊജക്ഷൻ സെറ്റപ്പ്. ഇത് വന്നിട്ട് ഹലോജനാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് റിവേഴ്സ് പാർക്കിങ്ങിലാണ് തോന്നുന്നു. സോ അങ്ങനെ. സോ ഹിയർ ഗോസ് ദി ഡൗൺ പാർട്ട്. ഫോഗ് ലാംപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെയാണ് ഇൻഡിക്കേറ്ററും വരുന്നത്. ഈ ഒരു ഡിസൈൻ കണ്ടില്ല ഗൈസ്, നല്ല ഡിസൈൻ. ടോയിങ് ഹോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ലൈക്ക് ഡൗൺ ഇവിടെ ഒരു ബമ്പർ പാർട്ടും ഇവിടെ ഇത് നന്നായി കൊടുത്തിട്ടുണ്ട്. സോ ഇത് വരുന്നത് ഇവിടെ 23 ഡിഗ്രി ഇൻക്ലൈൻ സെറ്റപ്പ് ഇവിടെ ഉണ്ട്. സോ അതുകൊണ്ട് വണ്ടി വന്നിട്ട് ഏതൊരു ഗട്ടറിലും ഒരു ഈസി ആയിട്ട് പോകുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഫ്രണ്ട് ഗ്രിൽ പാർട്ട്. ഇവിടെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സെയിം വേ സൈഡ് ഡിസൈൻ ഇവിടെ ഫ്രണ്ടിൽ സെയിമാണ് കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെയാണത് ഇത് വരുന്നത്. സോ ഫ്രണ്ട് പ്രൊഫൈൽ ഇതാണ് നിങ്ങൾ കണ്ടുവരുന്നത്. 2021 ഫോർഡ് ഇക്കോസ്പോർട്ട് വേർഷൻ ഫ്രണ്ട് ഇതാണ്. ഇതിൻ്റെ മുമ്പ് വന്ന വേർഷൻസും ലൈക്ക് ഓൾമോസ്റ്റ് നിയർലി 10 years ആയിട്ട് ഈ വണ്ടി മാർക്കറ്റിലുണ്ട്. സോ ഈ വണ്ടി മാർക്കറ്റിൽ ഉണ്ടായിട്ടും ഇന്നും പല വ്യത്യാസങ്ങൾ ഡിസൈനിൽ കാര്യങ്ങൾ വന്നിട്ടും സോ വണ്ടി ഇപ്പോഴും ട്രെൻഡിലാണ് നിൽക്കുന്നത്. അതാണ് ഇക്കോസ്പോർട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. സോ ഫ്രണ്ട് കണ്ടുവരുമ്പോൾ നിങ്ങൾക്കൊരു സൈഡ് പ്രൊഫൈൽ കാണാം. സോ സൈഡ് പ്രൊഫൈൽ വരുമ്പോൾ സോ ഒരു മാസീവായിട്ടുള്ള സൈഡ് പ്രൊഫൈൽ വരുന്നുണ്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഡിസൈൻസ് ഒക്കെ വന്നിട്ട് ഒരു അപ്ഗ്രേഡഡ് ലൈറ്റ് ഡിസൈൻസ് ആണ്. സോ ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈക്ക് വെഹിക്കിൾ നോയ്സസ് ഒന്ന് അവോയ്ഡ് ആക്കുക. നമ്മൾ നട റോഡിലാണ് വീഡിയോ എടുക്കുന്നത്. സോ അതൊന്ന് അവോയ്ഡ് ചെയ്യുക. സോ വന്നിട്ട് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ സെറ്റപ്പ് മിററിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതൊരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ക്ലോസ് ആയിട്ടും ഓപ്പൺ ആയിട്ടും വരുന്നതാണ്. ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആവും, ഓപ്പൺ ആവും. സോ സൈഡ് പ്രൊഫൈൽ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു എയറോഡൈനാമിക് സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് വരുമ്പോൾ വണ്ടിയുടെ വീൽ ബേസ് എന്ന് നോക്കുമ്പോൾ 2600 മീറ്റേഴ്സ് 2.6 മീറ്റേഴ്സ് ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് വരുന്നത് വന്നിട്ട് ലൈക്ക് ലെങ്ത് വരുന്നത് 3.9 മീറ്റേഴ്സ് ലെങ്ത്തും ഹൈറ്റ് വരുന്നത് 1.6 മീറ്റേഴ്സ് ഹൈറ്റും വിത്ത് വരുന്നത് 1.7 മീറ്റേഴ്സ് വിത്താണ് ഇത് വരുന്നത്. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഹൈറ്റ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് വരുന്നത്. സോ നമ്മൾ റിയർ പ്രൊഫൈൽ കാണാം. സോ റിയർ പ്രൊഫൈൽ കാണുന്നത് സോ ഇതിൽ ഓൾറെഡി ഒരു SE വേർഷൻ ഉണ്ട്. SE വേർഷൻ്റെ ഈ റിയൽ സെറ്റപ്പ് സ്പെയർ വീൽ ഇവിടെ കൊടുത്തിട്ടില്ല. സോ ഇത് വന്നിട്ട് സോ SE ടൈപ്പ് അല്ല, ഇതൊരു ടൈറ്റാനിയം വേർഷനാണ്. TDCI എഞ്ചിൻ വരുന്ന ഒരു ടൈറ്റാനിയം വേർഷനാണ്. ഇത് എസിൻ്റെ താഴത്തെ മോഡൽ എന്നാണ് ഓണർ പറഞ്ഞത്. സോ പക്ഷേ ഞാൻ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ എസിൻ്റെ താഴെ അങ്ങനെ ഒരു മോഡൽ ഉള്ളതായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ബട്ട് സ്റ്റിൽ ഇൻട്രസ്റ്റിംഗ്ലി റിയർ സെറ്റപ്പിൻ്റെ ഡോർ നോക്കുന്നതിന് മുമ്പ് സോ ഇവിടെ വന്ന് താഴെ നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ഇവിടെ വന്നിട്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് റിവർ പാർക്കിംഗ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിവർ പാർക്കിംഗ് ക്യാമറ ഇവിടെയാണ് വരുന്നത്. ഇത് കാണുമ്പോൾ മനസ്സിലാവും റിവർ പാർക്കിംഗ് ക്യാമറ ഇവിടെ വരുന്നുണ്ട്. റിവർ പാർക്കിംഗ് സെൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ ടോയിങ് ഹോക്സ് ഹിയർ വന്നിട്ട്
പ്രൊജക്ഷൻ സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് വന്നിട്ട് ലൈക്ക് പിന്നിൽ നിന്ന് ആൾക്കാർക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഒരു ഹിഡൻ ഡോർ സെറ്റപ്പ് അവിടെ ഉള്ളത്. സോ അത്യാവശ്യം ഇങ്ങനെ റിയറിൽ സ്പെയർ വീൽ കൊടുത്തിരിക്കുന്ന ഒട്ടുമിക്ക വണ്ടികളും ഇങ്ങനെയാണ് ഓപ്പൺ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. ആൻഡ് ദി പിന്നിലുള്ള ലൈക്ക് സെറ്റപ്പ് ഇവിടെ വന്നിട്ട് ഡിക്ക് സെറ്റപ്പ് വന്നിട്ട് കുറവാണ് ഉള്ളത്. ഒരു കോമ്പാക്ട് SUV എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഫൂഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഫൂഡിൽ വന്നിട്ട് വലിയ സ്പേസ് ഒന്നും ഇല്ലെങ്കിലും ഒരുവിധം ഫാമിലിക്കൊക്കെ കൊണ്ടു നടക്കാവുന്ന സ്പേസാണ്. സോ ദിസ് ഈസ് വാട്ട് ദേ ഹാവ് ഗിവൻ ആൻഡ് ദി ഓണർ ഹാസ് മെയിൻറ്റൈൻഡ് ഇറ്റ് വെൽ സിൻസ് ഇറ്റ് ഇസ് എ ന്യൂ കാർ. ദേ ഹാവ് മെയിൻറ്റൈൻഡ് ഇറ്റ് വെൽ. സോ അങ്ങനെയാണ് ഇതിൻ്റെ റിയർ പ്രൊഫൈൽ. സോ ലെറ്റ്സ് ഗോ ടു ഇതിൻ്റെ ഇൻറ്റീരിയർ സെറ്റപ്പ് നോക്കുമ്പോൾ. സോ ഇൻറ്റീരിയർ നോക്കുന്നതിന് മുമ്പ് ലെറ്റ്സ് ലുക്ക് അപ്പ് ഓൺ ദി ടയർ സൈസ്. സോ ടയർ ഒരു മസീവ് ടയറാണ്. സോ ഹൈ പ്രൊഫൈൽ ടയേഴ്സ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ടയർ വരുന്നത് 205/60 R16. സോ 16 ഇഞ്ചസ് വീലാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് 16 ഇഞ്ചസ് അലോയ് സെറ്റപ്പ്. സോ റിയറിലാണ് ഇതിൻ്റെ ഡ്രം ബ്രേക്സ് വരുന്നത്. ഫ്രണ്ടിൽ ദർ ഗോസ് ഡിസ്ക് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ദർ സി ഫ്രണ്ട് ബ്രേക്ക് കാലിബേഴ്സ് ഒരു നല്ല സെറ്റപ്പ്. ഇതൊരു കളറിൽ കൊടുത്തിരുന്നെങ്കിൽ മേ ബി ഇറ്റ് വുഡ് ബി എ നൈസ്. പക്ഷേ ഇവിടെ വന്നിട്ട് കളറിലല്ല കൊടുത്തിട്ടുള്ളത്. സോ ദിസ് ഇസ് ബ്രേക്ക് കാലിബേഴ്സ് ആർ റിയലി ഗുഡ്. ആൻഡ് ഫ്രണ്ടിൽ ഡിസ്ക് ആൻഡ് ബാക്കിൽ വന്നിട്ട് ഡ്രം ബ്രേക്സാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഐ റിയലി ലൈക്ക് ദി അലോയ് സെറ്റപ്സ് ഹിയർ. 16 ഇഞ്ചസ് വീലാണെങ്കിലും അപ്രോക്സിമേറ്റ്ലി അലോയ് കുറച്ചും കൂടി ഒന്ന് ഒരു മോഡേൺ ട്രെൻഡിനനുസരിച്ച് മാറ്റാമായിരുന്നു. പക്ഷേ അലോയ്സ് ദേ ഗുഡ്. സിൻസ് ലൈക്ക് 12 lakhs പ്രൈസ് വരുന്ന ഒരു വണ്ടിക്ക് വന്നിട്ട് ഇത്രയും കഴിയുമെന്നുള്ളത് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു കമ്പ്യൂട്ടർ വെഹിക്കിൾ ആകുമ്പോൾ ഒരു നല്ല പ്രൊഫൈൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ റിയർ ഞാൻ വന്നിട്ട് റിയർ ബാക്ക് സീറ്റ്സ് കാണിച്ചു തരാം. റിയർ സൈഡ്സ് എന്ന് പറയുമ്പോൾ സോ ഇവിടെ റിയർ സീറ്റ്സ് ഒരുവിധം ലെഗ് സ്പേസ് ഉണ്ട്. ഇതിൻ്റെ വന്നിട്ട് ഒരു തൈ സപ്പോർട്ടും കുറവാണ്. ഹെഡ് സപ്പോർട്ട് കുഴപ്പമില്ല. സോ ഹെഡ് സപ്പോർട്ട് അത്യാവശ്യത്തിനുള്ള ഹെഡ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഓക്കെ ആംറെസ്റ്റ് ഒന്നും ഇവിടെ ഇല്ല. സോ ഒരു ഫാമിലി ഒരു മിഡ് ഫാമിലിക്ക് യൂസ് ചെയ്യാവുന്ന അപ്രോക്സിമേറ്റ്ലി വെഹിക്കിൾ ഒരു 3 പേര് ബാക്കിൽ ഇരിക്കാവുന്ന അത്ര സ്പേസ് ഉള്ളൂ. ഒരുവിധം അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു വെഹിക്കിൾ. അത്രയ്ക്ക് ഒരു 4 പീപ്പിളൊന്നും കംഫർട്ടബിളായിട്ട് പിന്നിൽ ഇരിക്കാൻ കഴിയില്ല. ഇവിടെ ഉണ്ട് ലൈക്ക് ഫയൽ ഹോൾഡേഴ്സ് ഉണ്ട്, ഡോർ ഗ്ലാസ് ബോട്ടിൽ ഹോൾഡേഴ്സൊക്കെ ചെറുതാണ്. സോ പിന്നിലും ഇത് പവർ വിൻഡോസൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം. ഓക്കെ ഫൈൻ. നല്ലൊരു സെറ്റപ്പ്. ഫുൾ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു റിയർ പ്രൊഫൈൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ കോ ഡ്രൈവർ പ്രൊഫൈൽ നമുക്ക് നോക്കുമ്പോൾ ഫ്രണ്ട് കൺട്രോൾ പാനൽ ബോത്ത് ഡ്രൈവർ ആൻഡ് വന്നിട്ട് പാസഞ്ചർ ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ് ഫ്രണ്ട് കൺട്രോൾ പാനൽ കൊടുത്തിട്ടുള്ളത്. ഗ്ലൗ ബോക്സസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നോട്ട് എ ബിഗ് ഗ്ലൗ ബോക്സ്, പക്ഷേ നൈസ് ഒരു ചെറിയ ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ ആക്ച്വലി. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഞാൻ ഇതിനു മുമ്പ് വേറെ ഏത് വണ്ടിയിൽ ഇങ്ങനെ ഒരു കണ്ടിട്ടില്ല. പക്ഷേ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, മൊബൈൽ ഫോൺസ് ഒക്കെ ഇവിടെ വെക്കാവുന്ന ഒരു സ്റ്റോറേജ് സ്പേസ്, AC വെൻറ്റേഴ്സ്, ഹാർഡ് പ്ലാസ്റ്റിക്സ് അഗൈൻ എയർ ബാഗ്സ്. ടോട്ടലി 6 എയർ ബാഗ്സ് ആണ് ഇവിടെ വരുന്നത് എന്നാണ് ഈ വണ്ടിയുടെ സ്പെക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ടോട്ടലി 6 എയർ ബാഗ്സ് ഉള്ള ഒരു 15 lakhs സ്പെൻഡ് ചെയ്യുന്ന ഒരു വെഹിക്കിളിൽ 6 എയർ ബാഗ്സ് അത്യാവശ്യമാണ്. സോ ദാറ്റ് ഗോസ് ദി കോ ഡ്രൈവർ സീറ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇങ്ങനെയാണ്. സോ ഇതിന് ശേഷം നമുക്ക് വന്നിട്ട് ഡ്രൈവർ സീറ്റിൻ്റെ സ്പെക്ക് എങ്ങനെയാണെന്ന് കാണാം. ലെറ്റ്സ് ഗോ ടു ഡ്രൈവർ സീറ്റ്. സോ ഡ്രൈവർ സീറ്റിലേക്ക് പോകുമ്പോൾ ഇതൊരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം ഗൈസ്. സോ വണ്ടി വന്നിട്ട് ലോക്കിലാണുള്ളത്. സോ ഇപ്പോൾ വണ്ടി ഞാൻ ലോക്ക് ചെയ്തു. സോ ഇവിടെ ഒരു നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസേഴ്സ് ഉണ്ട് ഇവിടെ. സോ നമുക്ക് ഹാൻഡ് വയ്ക്കുമ്പോൾ ഇതാവും. നമ്മൾ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വണ്ടി ഓപ്പൺ ആവും. നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് കീ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ലോക്കാവും. സോ അങ്ങനെയാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ്. എഗെയിൻ ഇത് ഓപ്പൺ ചെയ്താൽ ഇത് ഓപ്പൺ ആവും. സോ ദാറ്റ്സ് എ ഗുഡ് ഫീച്ചർ. സോ ഐ ക്യാൻ ഏബിൾ ടു സീ ഇറ്റ്. സോ ഇതിൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ ബാഗ്സും കാര്യങ്ങളും അവിടെ ഉണ്ട്. സോ ഫ്രണ്ട് സെറ്റപ്പ് നമുക്ക് വരുന്നത് ഇതാണ് ഫ്രണ്ട് സെറ്റപ്പ്. സോ ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും ഫ്രണ്ട് സെറ്റപ്പ് അത്യാവശ്യമുള്ളൊരു ഫ്രണ്ട് സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ
ഫോർ സ്പോക്ക് വീൽസ് ആണ്, സ്റ്റിയറിംഗ് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ക്ലൈമാറ്റിക് കൺട്രോൾസ് ഇവിടെ ഉണ്ട്. സോ ഇത് വന്നിട്ട് ക്ലൈമാറ്റിക് റിയറും കൊടുത്തിട്ടുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി റെയിൻ വരുമ്പോൾ അതിൻ്റെ സ്പീഡ് അനുസരിച്ച് വന്നിട്ട് വൈപ്പർ ബ്ലേഡ്സ് അതിന് സ്പീഡ് അനുസരിച്ച് റെയിനിൻ്റെ സ്പീഡ് അനുസരിച്ച് മൂവ് ആവുന്നതാണ്. സോ അതാണ് റെയിൻ സെൻസർ വൈപ്പർ ബ്ലേഡ്സ് കൊടുത്തിട്ടുണ്ട്. ക്ലൈമാറ്റിക് കൺട്രോൾസ് AC കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് വന്നിട്ട് ഒരു Sync 3 കണക്ടിവിറ്റി എന്നുള്ള ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവന്നിട്ടാണ് ഫോർഡ് വന്നിട്ട് ഇതിൻ്റെതായ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുള്ളത്. ഒരു ഓഡിയോ സിസ്റ്റം Sync 3 കണക്ടിവിറ്റി എന്നുള്ള ഒരു സെറ്റപ്പിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അത് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. സോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുമ്പോൾ ദർ ഗോസ് ടു 1 ലൈവ്. സോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. സോ ഫോർഡ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഫോർഡ്. വണ്ടിയുടെ ഓഡിയോ സിസ്റ്റം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഗൈസ്. സോ ഇതാണ് വണ്ടിയുടെ ഓഡിയോ സിസ്റ്റം വരുന്നത്. സോ അതാണ് വണ്ടിയുടെ ഓഡിയോ സിസ്റ്റംസ് വരുന്നത്. സോ ആസ് ഐ സൈഡ് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. സോ 12 വോൾട്ടിൻ്റെ ചാർജർ ഇവിടെയുണ്ട്. ആൻഡ് 2 USB സെറ്റപ്പ്, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യുന്ന സെറ്റപ്പ് ഇവിടെയുണ്ട്. സോ ഇവിടെ ഒരു ഫോൺ ഹോൾഡർ, മൊബൈൽ ഹോൾഡർ ഇവിടെയും ഉണ്ട്. സോ വണ്ടിയുടെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റർ കൊടുത്തിട്ടുണ്ട്. വണ്ടി സ്റ്റിയറിംഗ് അഡ്ജസ്റ്റർ കൊടുത്തിട്ടുണ്ട് അവർ. അതൊരു നല്ല സെറ്റപ്പാണ്. പക്ഷേ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റർ അപ്പ് ആൻഡ് ഡൗൺസ് മാത്രമേ ഉള്ളൂ. സോ അത് ഒരു 12 to 14 lakhs എന്ന് പറയുമ്പോൾ ഒരു ടിൽ സെറ്റപ്പും കൊടുത്തിരിക്കാമായിരുന്നു. സോ വണ്ടിയുടെ സെറ്റപ്പ് നമുക്ക് സ്പീഡോമീറ്റർ കാണുന്നതാണ്. സ്പീഡോമീറ്റർ ഉണ്ട്, അതിൻ്റെ ടാക്കോമീറ്റർ ഉണ്ട്, RPM സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ആൻഡ് ലൈക്ക് എൻജിൻ റൂമിൻ്റെ സെൽഷ്യസ് കാണിക്കുന്ന ഒരു വണ്ടിയും ആൻഡ് പെട്രോൾ ഗേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ വണ്ടിയിൽ വന്നിട്ട് കുറേ മോഡ് സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. വണ്ടിയുടെ ഫുൾ ഓഡിയോ സെറ്റപ്സ് ഒക്കെ നമ്മൾ ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വോള്യൂം അപ്പ് ആൻഡ് വോള്യൂം ഡൗൺ ആൻഡ് വണ്ടിയുടെ ഓഫ് ചേഞ്ച് ചെയ്യുന്നത്. വണ്ടിയുടെ സെറ്റപ്പ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ട്രിപ്പ് മീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ളും സെറ്റപ്പ് ഇവിടെ കൊടുക്കാവുന്നതാണ്. സോ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഗോസ്. സോ ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നമ്മളെ റേഞ്ച് കാര്യങ്ങൾ ആൻഡ് വണ്ടിയുടെ സ്പീഡ്, വണ്ടിയുടെ പെട്രോൾ എത്ര പോകുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതാണ് ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. സോ ആൻഡ് ഇവിടെ വരുന്ന ഒരു ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് കോയിൻ ഹോൾഡേഴ്സ് ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് സെറ്റപ്പ് ഒരു നീറ്റായിട്ടുള്ള ഒരു ഹാൻഡ് ബ്രേക്ക് സെറ്റപ്പാണ്. എനിക്കത് ഇഷ്ടമായി. ആൻഡ് ഇവിടെ വന്നിട്ട് ഒരു ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് ആൻഡ് ഇവിടെ ഒരു സ്റ്റോറേജ് സെറ്റപ്പ് ആൻഡ് ഇവിടെ ഒരു ആംറസ്റ്റ് ഉണ്ട്. ആംറസ്റ്റിൻ്റെ കൂടെ ഒരു സ്റ്റോറേജ് സെറ്റപ്പ് ഇവരവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് വന്നിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ആവുന്ന ഫെസിലിറ്റി ഇല്ല. അതൊന്നും ഇവരൊരു കൊടുത്തിരിക്കാമായിരുന്നു. മേ ബി ഇനി ടോപ്പ് വേരിയൻറ്റിൽ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത് കൊടുത്തിരിക്കാമായിരുന്നു എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ട്. ആൻഡ് ഇവിടെ വന്നിട്ട് ഒരു ഹോൾഡർ. സോ ഇവിടെ നോക്കുമ്പോൾ ഇതൊരു ഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലൈറ്റ്സ് ഹിയർ. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അഗെയിൻ വി ഹാവ് സൺ റൂഫ് ഹിയർ. സൺ റൂഫ് ഇസ് എ ഫൺ റൂഫ്, അങ്ങനെയാണ് ഇവർ പറഞ്ഞിരുന്നത്. സൺ റൂഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ സൺ റൂഫ് 1 ടച്ച് ഓപ്പണിലാണ് സൺ റൂഫ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നൈസ് സൺ റൂഫ്. ഒരു അത്യാവശ്യം ചെറിയ കുട്ടികൾക്കൊക്കെ മേലെ കയറി ഇറങ്ങാവുന്നുള്ള സൺ റൂഫുള്ളൂ. പക്ഷേ വലിയ ആൾക്കാർക്കൊന്നും അത്ര ഒരു യൂസബിൾ ആയിട്ടുള്ള ഒരു സൺ റൂഫ് അല്ല. സൺ റൂഫ് അവിടെ ഉണ്ട്, പക്ഷേ വലിയ ആൾക്കാർക്കൊന്നും നമ്മൾ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയത്തില്ല. സോ അങ്ങനെയാണ് സൺ റൂഫ്. സോ ഇതാണ് ഇതിൻ്റെ പ്രൊഫൈൽ, വണ്ടിയുടെ പ്രൊഫൈൽ. സോ ഇതിന് ശേഷം നമുക്ക് വണ്ടിയുടെ കാര്യങ്ങൾ, ഫോർഡിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നോക്കാനായി വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് സംസാരിക്കുന്നതായിരിക്കും ശരി. സോ ലെറ്റ്സ് ഗോ ടു ഡ്രൈവ് ഗൈസ്. സോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വണ്ടി ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാനും ഞാൻ കാണിക്കാം. വണ്ടി ഇവിടെ ഉണ്ട്, ഫുൾ ആൻഡ് ഓഫ്. വണ്ടി ദർ ഗോസ് ടു ലൈഫ്. വണ്ടിയുടെ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഓഫ്. വണ്ടി ഫുൾ RPM. സോ അതാണ് നിങ്ങൾ കേട്ടത്. ആസ് സൂൺ ആസ് ദാറ്റ് ഈസ് ഹൗ ടു ഫൺ ടു ഡ്രൈവ് ദ ഫോർവേഡ് വീൽ സെറ്റപ്സ് വന്നിട്ട് ഇത്രയും ഫണ്ണാണെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ഒരു റിയർ വീൽ സെറ്റപ്പ് ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ബട്ട് സ്റ്റിൽ ദർ ഗോസ് ദി ഫോർഡ് 1498cc ഡീസൽ എഞ്ചിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. TDCI എഞ്ചിൻ, 1.5 ലിറ്റർ അപ്രോക്സിമേറ്റ്ലി. അത്യാവശ്യം ടർബോ ഒന്നും വലുതായിട്ടില്ലാത്തതുകൊണ്ട് വലിയ ലാഗൊന്നുമില്ല. സോ നന്നായി ഓടിക്കാനും ഫ്രീ ആയിട്ടുണ്ട്. 5.3 റേഡിയസ് ടേണിംഗ് റേഡിയസ് കൊടുത്തിട്ടുള്ള ഈ സ്റ്റിയറിങ്ങിൽ നമുക്ക് ടേൺ ചെയ്യുമ്പോഴും വലിയൊരു ഡിഫിക്കൽട്ടി ഒന്നും കാണുന്നില്ല. വണ്ടി സ്മൂത്തായിട്ട് ഓടിക്കാൻ കഴിയുന്നുണ്ട്. സോ ഡെയിലി യൂസേജിനും അതുകൊണ്ടായിരിക്കും മോസ്റ്റ്ലി ഈ വണ്ടി ഞാൻ കണ്ടിട്ടുള്ളത്. മോസ്റ്റ്ലി ഡോക്ടേഴ്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആയിരുന്നു ഇത്. ഡോക്ടേഴ്സ് ഒരു
വലുതായിട്ട് വണ്ടി മേടിക്കുക, കൊണ്ട് നടക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി ആൾക്കാരുള്ളതായിരിക്കും. ഒരു ബെസ്റ്റ് ഫൺ ടു ഡ്രൈവ് എന്നുള്ള ഒരു മോഡാണ് ഈക്കോ സ്പോർട്ട്. സോ ഈക്കോ സ്പോർട്ട് അങ്ങനത്തെ ഒരു വേരിയന്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് കൊണ്ട് നടക്കാവുന്നതാണ്. സോ ഇതിന്റെ ഓണർ എന്നോട് പറഞ്ഞത് ഈ വണ്ടി വന്നിട്ട് ഓൺ റോഡ് 12 lakhs എടുത്തു എന്നുള്ളതാണ്. സോ അവർക്ക് കിട്ടുന്ന മൈലേജ് നോക്കിക്കഴിഞ്ഞാൽ 23 ആണ് അവർ ആവറേജ് പറഞ്ഞത്. പക്ഷേ ഇതിന്റെ സ്പെക്കിൽ ഞാൻ വായിക്കുമ്പോൾ 20.09 കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ സ്പെക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആവറേജ് മൈലേജ്. ഇതിന്റെ പെട്രോൾ വേരിയന്റ് വന്നിട്ട് 15 കിലോമീറ്റേഴ്സ് മൈലേജും, അത് വന്നിട്ട് 1.46 എഞ്ചിനാണത്. പക്ഷേ ഇത് 1.49 എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. സോ ഒരു പെട്രോൾ വേരിയന്റിനേക്കാളും ഇത് കൂടുതൽ പവർ കൊടുക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഈ വണ്ടിയുടെ പവർ ഫിഗേഴ്സ് ഒന്ന് നോക്കുമ്പോൾ 100 PS ഓഫ് പവർ, 74 കിലോവാട്ട് ഓഫ് RPM ആൻഡ് 3750 ഓഫ് RPM കൊടുത്തിട്ടുള്ളത്. ടോർക്ക് എന്ന് പറയുന്നത് 215 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക് അറ്റ് 1750 to 2500 RPM ഇതിന്റെ ടോർക്ക് വരുന്നത്, ടോർക്ക് വേരിയന്റ്. സോ ആസ് ഐ സൈഡ് 20.9 കിലോമീറ്റേഴ്സ് ഓഫ് ആവറേജ് മൈലേജ് ആൻഡ് ഇത് വന്നിട്ട് മാക്സിമം വന്നിട്ട് സ്പീഡ് എന്ന് പറയുന്നത് ഇവർ 177 ആണ് ഇത് മാക്സിമം സ്പീഡ് കൊടുത്തിട്ടുള്ളത്. മാക്സിമം സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് റോഡ് ഫെസിലിറ്റീസ് ഒന്നും കാണില്ല. ഫ്രണ്ടിലത്തെ റോഡൊക്കെ കാണാം. നമുക്ക് 177 ഒന്നും ഈ റോഡിൽ പോകാൻ കഴിയത്തില്ല. സോ ബട്ട് സ്റ്റിൽ 4 ലിറ്റർ ഇൻലൈൻ സിലിണ്ടറിൽ വന്നിട്ട് അത്യാവശ്യം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടി തന്നെയാണിത്. സോ ഒരു നല്ലൊരു വെഹിക്കിൾ എന്നാണ് ഞാൻ ഓടിച്ചതിൽ വെച്ചിട്ട്. ഒരു കോമ്പാക്ട് SUV എന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമായി ഈ വണ്ടി. ആക്ച്വലി പ്രിഫറബിൾ ആണ്. ബട്ട് സ്റ്റിൽ ഫോർഡ് ഒരു നീണ്ട ശ്വാസം വലിക്കാം. പക്ഷേ ഫോർഡ് അറിയാലോ, ഫോർഡ് ഒഫീഷ്യലി അനൗൺസ് ദെയർ എക്സിറ്റ് ഫ്രം ഇന്ത്യ. സോ എന്തുകൊണ്ടാണ് ഗൈസ് ഫോർഡിന്റെ ഓണേഴ്സിന്റെ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ യു ഹാവ് ഗോൺ ടു സൂൺ ബഡി, അങ്ങനെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇത് വണ്ടി എക്സിറ്റ് ആവുന്ന ഒരു ഐഡിയ ഇല്ല, ഫോർഡിന് എക്സിറ്റ് ആവുന്ന ഒരു ഐഡിയ ഇല്ല. ബട്ട് സ്റ്റിൽ everyone faces their ups and downs in the automobile industry due to the lack of producing the semiconductors all over globally. So അതൊരു വലിയ ടാസ്ക് ആണ്. സോ സെമി കണ്ടക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ടാസ്ക് ആയതുകൊണ്ട് ലോട്ട് ഓഫ് ഓട്ടോമൊബൈൽ ഷെവി ഇതിന് മുമ്പ് പോയി, ഷെവി ഇന്ത്യയിൽ നിന്ന് പോയി, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഷെവി ഇതേപോലെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അവർ പോവില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബട്ട് സ്റ്റിൽ 2018 അവർ ദേ ഹാവ് വെന്റ് ഓഫ്. ഇന്ന് ഫോർഡും പോയി. സോ ഇങ്ങനത്തെ നല്ല വണ്ടികൾ ഇന്ത്യ വിട്ട് പോകുന്നുണ്ട്. സോ ദാറ്റ്സ് റിയലി എ സാഡ് പാർട്ട്. സോ അതെന്തുകൊണ്ടാണ്? ഫോർഡിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ഫോർഡ് എന്ന് പറയുമ്പോൾ 2 ഫോർഡ് ഉണ്ട് ഗൈസ്. ഫോർഡ് ബ്രിട്ടൻ ആൻഡ് ഫോർഡ് അമേരിക്കൻ. ഫോർഡ് അമേരിക്കൻ യു വുഡ് ഹാവ് ഗെസ്ഡ്. നമുക്ക് ഫോർഡ് അമേരിക്കൻ എന്ന് പറയുമ്പോൾ ഫോർഡ് മസ്റ്റാങ് GT, ഫോർഡ് F-150, റാപ്റ്റർ ഇതുപോലത്തെ ഉള്ള ഒരു ഗ്ലോബൽ കാർസ്, ഇതൊക്കെ ദേ ഹാവ് ഷോൺ ദെയർ സക്സസ് ഗ്ലോബലി. പക്ഷേ ഇന്ത്യയിൽ വരുന്ന മിക്കവാറും കാർസുകളൊക്കെ ഫോർഡ് ബ്രിട്ടൻ കാർസ് ആണ്. സോ ഇതിനു മുമ്പ് കാണുന്ന ഫോർഡ് എസ്കോർട്ട്, ഫോർഡ് ഐക്കോൺ, എജോഷ് മിഷൻ, സോ ഈ വണ്ടികളൊക്കെ ഫോർഡ് വന്നിട്ട് ബ്രിട്ടൻ വെഹിക്കിൾസ് ആണ്. ഫോർഡ് ബ്രിട്ടൻ വെഹിക്കിൾസ് ആണ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മോസ്റ്റ്ലി ഇന്ത്യയിലേക്ക് വരുന്ന വെഹിക്കിൾസ് ഒക്കെ ഫോർഡ് ബ്രിട്ടൻ വെഹിക്കിൾസ് ആണ്. സോ ഫോർഡ് ബ്രിട്ടൻ വെഹിക്കിൾസ് ഇങ്ങനെയാണ് ഇവർ കൊടുത്തുകൊണ്ടിരുന്നത്. സോ ആൻഡ് ദേ ആർ സക്സസ്ഫുള്ളി റണ്ണിങ് ദ ബിസിനസ് ഓൾ ഓവർ ഇന്ത്യ. സോ എന്തുകൊണ്ടാണ് ഇവർക്ക് വന്നിട്ട് ഇന്ത്യയിൽ വിട്ട് എക്സിറ്റ് ആവാൻ വേണ്ടി വന്നതെന്ന് ആലോചിക്കുമ്പോൾ ഇതിനു മുമ്പും ഫോർഡ് ഇന്ത്യ വിട്ട് പോയിട്ടുണ്ട്. 1950s അന്നത്തെ ഒരു എക്കണോമിക്കൽ ക്രൈസിസ് കാരണം ഇന്ത്യ വിട്ട് പോയിട്ടുണ്ട്. ബട്ട് ലേറ്റർ ദേ കേം ബാക്ക് ടു ഇന്ത്യ 1995 വിത്ത് ദ ടൈ അപ്പ് വിത്ത് മഹീന്ദ്ര. 50% ടൈപ്പ് വന്നിട്ട് മഹീന്ദ്രയുടെ കൂടെ അവർ കൊടുത്തിട്ട് ലേറ്റർ ദേ കേം ബാക്ക് ടു ഇന്ത്യ ഓൺ 95 ആൻഡ് ദേ വർ റണ്ണിങ് ദ ബിസിനസ് ദേ വർ റണ്ണിങ് ദ ഷോ വെരി ലൈക്ക് ഫാന്റാസ്റ്റിക് വേ. സോ അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. സോ വേൾഡ് വാറിന്റെ കാലം മുതൽ ഫോർഡ് വന്നിട്ട് ബിസിനസ്സിലുണ്ട്. സോ ലൈക്ക് അന്ന് മുതൽ ഫോർഡ് യൂഷ്വലി അവരുടെ സ്റ്റൈൽ എന്താന്ന് വെച്ചിട്ട് ഫോർഡ് ലൈക്ക് കാർ ഓട്ടോമൊബൈൽ എൻതൂസിയാസ്റ്റിനെ വന്നിട്ട് വിസ്മയിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സ്റ്റൈൽ. സോ അത് അവരെന്നും ഫെയിൽ ചെയ്തിട്ടില്ല. എപ്പോഴും അവർ ഒരു ലൈക്ക് സിൻസ് അത്രയും കാലമായിട്ട് ബിസിനസ്സിലുള്ളത് കൊണ്ട് ഒരു ഡൗൺ കൊടുക്കുകയാണെങ്കിൽ ഒരു കംബാക്ക് അവർ വളരെ ഒരു എഫക്റ്റീവ് വേയിലാണ് അവർ ഒരു കംബാക്ക് കൊടുക്കുന്നത്. ബട്ട് സ്റ്റിൽ ദേ ഹാവ് ഫെയിൽഡ് ഇൻ ഇന്ത്യ ഇപ്പോൾ കറന്റ്ലി. സോ അതെന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ ലോട്ട് ഓഫ് ന്യൂ വെഹിക്കിൾസ് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. സോ ഫോർ എക്സാമ്പിൾ കിയ, MG ഇവരൊക്കെ വന്നിട്ട് പുതിയതായിട്ട് മാർക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ മെന്റാലിറ്റി അറിയാമല്ലോ,
ടച്ച് ആൻഡ് ഫീൽ. സോ ഇതാണ് അവർ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുക. ബട്ട് സ്റ്റിൽ ലൈക്ക് ഞാൻ കേട്ട പോലെ അവർ വന്നിട്ട് ഫോർഡ് കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ഒരു എക്കണോമിക് ഒരു പ്രൊഫൈലല്ല ഇന്ന് ഇന്ത്യക്ക് എക്കണോമി ആയിട്ട് അവർ ഗ്രോ ആവുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ വന്നിട്ട് ഇപ്പോൾ മുമ്പ് കാറെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ തന്നെ ഒരു വലിയ ടാസ്ക്കാണ്. ആദ്യമൊക്കെ കാറ് വാങ്ങുക എന്നുള്ളത് തന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലീസ് വന്നിട്ട് അവരുടെ തന്നെ ഒരു വലിയ ഡ്രീം ആയിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കുറെ എല്ലാ വീട്ടിലും അവർ കാർസ് ഒരു ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കാറിലേക്കാണ് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. ഫസ്റ്റ് വീടെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് അവർ കാർ എന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ലൈക്ക് കുറെ കമ്മ്യൂട്ടർ വെഹിക്കിൾസ് ഒരു മിഡ് റേഞ്ച് ഉള്ള ഒരു വെഹിക്കിൾസ് ഒക്കെ ഇന്ത്യയിലേക്ക് ഇന്നൊരു സ്കോപ്പുള്ള ഒരു സമയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഫോർഡ് കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ നിങ്ങളതായിട്ടുള്ള ഒരു തനി ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. സോ ദാറ്റ് ഈസ് ഹൗ പേഴ്സണലി ഐ ഫീൽ. സോ അങ്ങനെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് എല്ലാ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും എല്ലാ കമ്പനീസും ഒരു കാൽക്കുലേറ്റീവ് റിസ്ക് എടുക്കും. സോ അങ്ങനെ ഫോർഡും എടുത്തിരുന്നു. സോ അഗെയിൻ ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ സക്സസ്ഫുള്ളി ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോ അവർ ഇന്ത്യയിൽ വന്നിട്ട് 2 പ്ലാന്റ് അവർക്ക് സക്സസ്ഫുള്ളി ഉണ്ടായിരുന്നു. ഒന്ന് ചെന്നൈയിൽ മർമലൈ നഗറിൽ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു, ആൻഡ് ദി അതർ പ്ലാന്റ് വാസ് ഇൻ ഗുജറാത്ത്. സോ ഈ 2 പ്ലാന്റിലും അവർ ഈ കൊല്ലത്തിന്റെ പ്ലാൻ എന്താന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ ടോട്ടലി 4 lakh കാർസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ എയിം. പക്ഷേ വന്നിട്ട് ഇത്രയും കാർസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലും കാലിബറും എല്ലാം ഉണ്ടായിട്ടും 80,000 കാർസേ അവരെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. സോ ആ കാർസ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്ന് മാത്രമല്ല പുതിയ ബയേഴ്സിനെ അവരെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു ടാസ്ക്. സോ ഇതൊക്കെ ഒരു റീസൺ. പിന്നെ ബാക്ക് ടു ബാക്ക് വന്നിട്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് എന്താണെന്ന് വെച്ചാൽ പിന്നെ കോവിഡ് വാസ് ഇൻ ടു ദ പിക്ചർ. സോ കോവിഡും ഉണ്ടായിരുന്നതുകൊണ്ട് സോ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ലേറ്റർ വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ 2019 അഗൈൻ അവർ മഹീന്ദ്രയുടെ കൂടെ ഒരു ടൈപ്പ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദീസ് പ്രൊഡക്ഷനൊക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട്. സോ ആ ടൈപ്പ് വന്നിട്ട് അവരെ കൊണ്ട് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞില്ല, സെയിൽസ് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ സോ ഒഫീഷ്യലി ദേ ഹാവ് ഫൈനലി അനൗൺസ് ദാറ്റ് വി ആർ ലീവിങ് ഫ്രം ഇന്ത്യ. സോ ഇങ്ങനത്തെ ഒരു വലിയൊരു ട്വീറ്റ് ഇട്ടിട്ട് അവർ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി. സോ ദാറ്റ് ഈസ് എ സാഡ് പാർട്ട്. സോ പക്ഷേ what happens to Ford owners? ലക്ഷക്കണക്കിന് Ford owners ഇന്ത്യയിലുണ്ട്. So what happens to Ford owners? Next, then the other part, ലൈക്ക് കുറെ മറ്റുള്ളവർ കുറെ ഇത് കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ the other part is what happens to those employees who worked in Ford. There would be more than like nearly വന്നിട്ട് 3,000+ employees അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് both പ്ലാന്റ്സിലും ചേർന്നിട്ട്. So what would be the case for them? സോ ഇത് വന്നിട്ട് നോക്കുമ്പോൾ മോർ ദാൻ 3,000 എംപ്ലോയീസ് വന്നിട്ട് ഫോർഡിനുണ്ട്. സോ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും, അതിൻ്റെ ഓണേഴ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും, സർവീസ്, സ്പെയർസ്, മെയിൻ്റനൻസ്, ഇതിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയായിരിക്കും? സോ അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയാം. സോ അതിന് പോകുന്നതിന് മുമ്പ് ഈ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോവുക. സോ അതിനെക്കുറിച്ച് ഉറപ്പായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റേതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഒപ്പീനിയൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നതിന് മുമ്പ് നമുക്ക് ഈ വണ്ടിയുടെ കുറച്ച് ഇത് കാണാം. ഇപ്പോഴും ഒരു ഫൺ ടു ഡ്രൈവ് എന്നാണ്. ഫോർഡിൻ്റെ ഷോറൂം ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് ഫോർഡിൻ്റെ ഷോറൂമിൽ ലൈക്ക് ഫോർഡ് സ്പെയർസ് ആൻഡ് ഫോർഡ് പാർട്സ് ആർ എക്സ്പെൻസീവ്. ദാറ്റ്സ് എ മിത്ത്. സോ അതായിരുന്നു ആ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതൊരു മിത്ത് മാത്രം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, എല്ലാവർക്കും ഫോർഡ് എത്തിക്കാൻ എന്നാണ് അവരുടെ ആഗ്രഹം. സോ ബട്ട് ആക്ച്വലി ഫോർഡ് ഗ്ലോബലി അങ്ങനെ ആയല്ല. ഫോർഡ് ഗ്ലോബലി ഒരു ലക്ഷറീസ് വെഹിക്കിളാണ്. കുറേ ഇന്റർനാഷണൽ മോഡൽസിൽ വന്നിട്ട് കുറേ സക്സസ്ഫുൾ വേരിയൻസ് അവരുടെ അടുത്തുണ്ട്. പക്ഷേ ഫോർഡ് ഇന്ത്യയിൽ തീരുമാനിച്ചത് എല്ലാവർക്കും കാർ എത്തിക്കണം എന്നുള്ള ഒരു ടാഗ് ലൈനിലായിരുന്നു ഫോർഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. മേ ബി അതും ഒരു റീസൺ ആയിരിക്കും അവരുടെ ഫെയിലിയർ. മേ ബി അതൊരു റീസൺ ആയിരിക്കാം. സോ അങ്ങനെ അന്നും ഇന്നും ഒരു ഫൺ ടു ഡ്രൈവ് ഒരു മെത്തേഡിലാണ് ഫോർഡ് വന്നിരുന്നത്. ഇക്കോസ്പോർട്ട് ഇസ് റിയലി ഫൺ ടു ഡ്രൈവ്. ഈ കാർ എനിക്ക് ഓടിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു അപ്രോക്സിമേറ്റ്ലി ഞാനിപ്പോൾ ഒരു ഡെയിലി യൂസേജിനാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ആവറേജ് മൈലേജും കിട്ടുന്നുണ്ട്, എനിക്ക് വലിയ സർവീസും ഇല്ല. സോ അങ്ങനെ ഉണ്ടാവുമ്പോൾ എനിക്ക് ഡെയിലി യൂസേജിന് ഒരു പെർഫെക്റ്റ് വെഹിക്കിളാണ് ഇത്. ഡെയിലി യൂസേജസിന് കൊണ്ടുപോകുന്നവർക്ക് ഒരു പെർഫെക്റ്റ് വെഹിക്കിളാണ്. ബട്ട് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു സജസ്റ്റ് യു ഫോർഡ് ഹസ് ഗോൺ ഔട്ട് ഓഫ് ഇന്ത്യ. കാരണം ഇതിനി എടുക്കാൻ ഞാൻ ആരെ കൊണ്ടും സജസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു ടു ബി ഫ്രാങ്ക് ഒപ്പീനിയൻ ആണ് അതങ്ങനെ.
സോ ഈ വണ്ടി ഇതിന് മുമ്പുള്ളവർക്ക് ഞാൻ പറയുന്നതാണ്, ഓടിച്ച് പോകുമ്പോൾ നമുക്ക് വന്നിട്ട് സസ്പെൻഷൻ വന്നിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് മെക്ഫർസൺ സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്, പിന്നിൽ കോയിലുണ്ട്. സോ അങ്ങനെ കൊടുക്കുമ്പോൾ സസ്പെൻഷൻ മോസ്റ്റ്ലി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ABS ഉള്ളത് കൊണ്ടും ബോത്ത് ആൻറ്റി ബ്രേക്കിംഗ് വന്നിട്ട് ഫ്രണ്ടിലും ബാക്കിലും കറക്റ്റായിട്ട് പാസ്സാവുന്നതുകൊണ്ട് ബ്രേക്കിങ്ങും സൂപ്പറായിട്ടും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ സ്റ്റെബിലിറ്റി സിസ്റ്റം ഈ വണ്ടിയിലുണ്ട്. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് 60 കിലോമീറ്റേഴ്സ് ആവറേജിലോ സ്റ്റെബിലിറ്റി ഹൈലി മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു സ്റ്റെബിലിറ്റി ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ടോ എന്നാണ് പറഞ്ഞത്. ദെൻ നമുക്ക് ഹൈവേസിലൊക്കെ പോകുമ്പോൾ ലൈക്ക് ആറോഡൈനാമിക്സിന് പ്രോബ്ലം വരില്ല എന്നാണ് അവർ ഹൈലി ഷുവറായിട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് അവർ ഒരു ഫൺ ഫാക്ട് സ്റ്റേറ്റ്മെന്റ് അവർ കൊടുത്തിരുന്നു. നിയർലി 10 lakh hours ആണ് ഫോർഡിന്റെ എഞ്ചിനീയേഴ്സ് ഇതിന്റെ ആറോഡൈനാമിക്സ് പെർഫെക്റ്റ് ചെയ്യാനായിട്ട് അവർ വർക്ക് ചെയ്തത് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ആറോഡൈനാമിക്സ് പെർഫെക്റ്റ്ലി ഗുഡ്. സോ ഇതിന് മുമ്പ് വന്ന ഡിസൈൻ വണ്ടി കുറച്ച് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള ഈക്കോ സ്പോർട്ട് കുറച്ച് ഹൈ ആയിരുന്നു. ഞാനത് ഓടിക്കുമ്പോൾ കുറച്ച് ഹൈലി ഉണ്ടായിരുന്ന ഒരു ഫീൽ ഉണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് അത്ര ഒരു ഫീൽ ഇല്ല. കാരണം ആറോഡൈനാമിക്സ് അവർ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വണ്ടി ലോഞ്ച് ചെയ്യുമ്പോഴും അത് അതിമനോഹരമായിട്ട് അവർ പെർഫെക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്രയും ഒരു ലെഗസി ഉള്ള ഒരു കമ്പനി വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് പോവാന്ന് വെച്ചാൽ ലൈക്ക് ഇറ്റ്സ് റിയലി വി ആർ എൻ അതർ റീസൺ ആക്ച്വലി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴും വന്നിട്ട് വലിയ സേഫ്റ്റിയുടെ ആവശ്യമൊന്നുമില്ല, വലിയ മെയിൻ്റെനൻസ് കുറവായിരിക്കണം, കുറേ മൈലേജ് ഉണ്ടാവണം, ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി ഇന്ത്യൻസ് പവറിനേക്കാളും ഫോക്കസ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഇതാണ്, വലിയ സേഫ്റ്റി നോ സേഫ്റ്റി. കാരണം ഇന്ത്യയിൽ മൈൽ സ്റ്റോൺസ് ആണ് സ്വിഫ്റ്റൊക്കെ അവർ പ്രൂവ് ചെയ്യുന്നത്. സോ വലിയ സേഫ്റ്റിയും വേണ്ട, കുറേ മൈലേജ് വേണം, വലിയ മെയിൻ്റെനൻസും വേണ്ട, പക്ഷെ ഇത്രയും കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ എനിക്ക് വണ്ടി വന്നിട്ട് റോഡിൽ ഏത് പ്രശ്നമില്ലാതെ ഓടിക്കൊണ്ടിരിക്കണം. സോ ഇങ്ങനത്തെ വണ്ടികളാണ് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യയിൽ. സോ ഇതുപോലത്തെ ലെഗസി കാർസൊക്കെ ഇന്ത്യ വിട്ട് പോകാനായിട്ട് നമ്മളും ഒരു റീസൺ ആയിരിക്കാം മേ ബി. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. സോ ഇപ്പം നിങ്ങൾ ഇതിന് മുമ്പ് വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ഫോർഡിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ കണ്ടിട്ടുണ്ടാവും. ഫോർഡ് ഇക്കോസ്പോർട്ട് 21ൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ കണ്ടിട്ടുണ്ടാവും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോർഡ് പോയി. സോ ഇനി ലക്ഷക്കണക്കിന് ഓർഡേഴ്സിൻ്റെ അവസ്ഥ എന്താണ്, ലക്ഷക്കണക്കിനുള്ള എംപ്ലോയീസിൻ്റെ അവസ്ഥ എന്താണ്? സോ ആയിരക്കണക്കിനുള്ള എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ 3000 എംപ്ലോയീസ് എന്നുള്ളത് ഒരു ബിഗ് കൗണ്ടാണ്. അവരുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു into 4, സോ ഓൾമോസ്റ്റ് 12,000 പീപ്പിൾ. അവരുടെ അവസ്ഥ എന്താണെന്ന് പറയുമ്പോൾ സോ ഫോർഡിൻ്റെ ഓണേഴ്സ്, സോ ഫോർഡ് ഒഫീഷ്യലി അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സോ നിങ്ങൾക്ക് വന്നിട്ട് ഫോർഡ് ഓണേഴ്സിന് വന്നിട്ട് ഒരു ഇപ്പോൾ ഉള്ള ഫോർഡ് ഡീലേഴ്സിന് മൂല്യമായിട്ട് അവർക്ക് വന്നിട്ട് സർവീസ്, മെയിൻ്റനൻസ് ആൻഡ് സ്പെയർസ് ഇതൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഫോർഡ് എംപ്ലോയീസ് ഇവരിനെ കുറിച്ച് വന്നിട്ട് അവരൊന്നും എടുത്തിട്ടില്ല, ഒരു സ്റ്റാൻഡും ഇപ്പോൾ വരെ അനൗൺസ് ചെയ്തിട്ടില്ല. സോ പക്ഷേ അത് വന്നിട്ട് ഫോർഡ് ലൈക്ക് ഇന്ത്യൻ ഗവൺമെൻറ് അവർക്കായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളതാണ് മൈ ഒപ്പീനിയൻ. സോ അവരുടെ ഫാമിലിക്കും അവരുടേതായിട്ടുള്ള എംപ്ലോയീസിനും സോ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളതാണ് മൈ സ്പെസിഫിക് ഒപ്പീനിയൻ എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഫൈനലി ഫോർഡ്. സോ ഇത്രയും കാര്യങ്ങൾ ഫോർഡിനെ കുറിച്ച് കണ്ടു. സോ നിങ്ങൾ ഇതിന് മുമ്പ് എടുത്തിരുന്ന ഒരു 2 വീഡിയോ എനിക്ക് സൂപ്പറായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോയും അതേ തരത്തിലുള്ള ഒരു സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങളെ സപ്പോർട്ടും ആൻഡ് ഫീഡ്ബാക്സ് കൊണ്ടും മാത്രമേ ഈ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ. സോ അത് തരിക. ആൻഡ് ആസ് എപ്പോഴും പറയുന്ന പോലെ ഇതിനു മുമ്പ് ചാനൽ കാണാത്തവർ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടനൊക്കെ അടിച്ചു പൊട്ടിക്കുക. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓൾ ദീസ് തിങ്സ്. ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട് യു ഗേവ് മീ. ആൻഡ് ഇനിയും വരുന്ന കാലങ്ങളിൽ കുറേ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോട്ട് ഓഫ് കാർസ് ആൻഡ് ലോട്ട് ഓഫ് പുതിയ കാർസ് ഞാൻ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഗോസ്. ആൻഡ് അണ്ടിൽ ദെൻ, നിതീഷ് ഗാരേജ് ഹിയർ സൈനിങ് ഓഫ്. ബൈ.